നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കുറച്ച് കൃതികളും അവയുടെ രചയിതാക്കൾ ആരാണെന്നുമാണ് നോക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് തന്നെ ഞാൻ പറയും. കാരണം പല മുൻവർഷ ചോദ്യപേപ്പറുകളിലും ഇതിലെ കൃതികളും അവയുടെ രചയിതാക്കളെയും നമ്മൾ കണ്ടിട്ടുണ്ട്. അത്രയേറെ ഇമ്പോർട്ടൻ്റ് ആണ്. ഉറപ്പായിട്ടും ഇത് പഠിച്ചു വെച്ചിരിക്കണം. നമുക്ക് ഒരു മാർക്ക് അധികത്തിൽ കിട്ടുമ്പോൾ നമ്മുടെ റാങ്ക് ആ ഒരു മാർക്ക് നിർണ്ണയിക്കും. നമ്മൾ ലിസ്റ്റിൽ ഉണ്ടാകണം എന്നുള്ള കാര്യം ആ ഒരു മാർക്കിന് നിർണ്ണയിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗം പഠിച്ചു വെക്കേണ്ടത് അത്യാവശ്യമാണ്. കുറച്ച് കൃതികളും അവയുടെ രചയിതാക്കളും വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്. ആവർത്തിച്ച് ക്ലാസ് കേൾക്കാൻ ശ്രമിക്കുക. കേട്ട് ഈ കൃതികളും അവയുടെ രചയിതാക്കളും ആരാണെന്നുള്ള കാര്യം വ്യക്തമായിട്ട് പഠിച്ചു വെക്കുക. വിചാരവിപ്ലവത്തിൻ്റെ രചയിതാവ് കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയാണ്. ആരാണ്? വിചാരവിപ്ലവത്തിൻ്റെ രചയിതാവ് കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയാണ്. വിചാരവിപ്ലവം കുറ്റിപ്പുഴ കൃഷ്ണപിള്ള. കീചകവധം ആരുടെ കൃതിയാണ്? ഇരയിമ്മൻ തമ്പിയുടെ കൃതിയാണ് കീചകവധം ഇരയിമ്മൻ തമ്പി. വിചാരവിപ്ലവം കുറ്റിപ്പുഴ കൃഷ്ണപിള്ള. വിചാരവിപ്ലവം കുറ്റിപ്പുഴ കൃഷ്ണപിള്ള. കീചകവധം ഇരയിമ്മൻ തമ്പി. കാലഭൈരവൻ ആരുടെ കൃതിയാണ്? ടി പത്മനാഭൻ്റെ കൃതിയാണ് കാലഭൈരവൻ. ആരുടെ കൃതിയാണ്? കാലഭൈരവൻ ടി പത്മനാഭൻ്റെ കൃതിയാണ്. ആരുടെ കൃതിയാണ്? ടി പത്മനാഭൻ്റെ കൃതിയാണ് കാലഭൈരവൻ. അവൻ വീണ്ടും വരുന്നു സി ജെ തോമസിൻ്റെ കൃതിയാണ് അവൻ വീണ്ടും വരുന്നു. എഴുതിയത് ആരാണ്? സി ജെ തോമസ് ആണ് അവൻ വീണ്ടും വരുന്നു എഴുതിയത്. ആത്മാവിലേക്ക് ഒരു തീർത്ഥയാത്ര എം പി വീരേന്ദ്രകുമാറിൻ്റെ കൃതിയാണ് ആത്മാവിലേക്ക് ഒരു തീർത്ഥയാത്ര. ആരുടെ കൃതിയാണ്? എം പി വീരേന്ദ്രകുമാറിൻ്റെ കൃതിയാണ് ആത്മാവിലേക്ക് ഒരു തീർത്ഥയാത്ര. പ്രകാശം പരത്തുന്ന ആൺകുട്ടി ആരുടെ കൃതിയാണ്? കെ പി രാമനുണ്ണിയുടെ കൃതിയാണ് പ്രകാശം പരത്തുന്ന ആൺകുട്ടി. ശ്രദ്ധിക്കുക, പ്രകാശം പരത്തുന്ന ആൺകുട്ടി കെ പി രാമനുണ്ണിയുടെ കൃതിയാണ്. പ്രകാശം പരത്തുന്ന പെൺകുട്ടി ടി പത്മനാഭൻ്റെ കൃതിയാണ് കേട്ടോ. ടി പത്മനാഭൻ്റെ കൃതിയാണ് പ്രകാശം പരത്തുന്ന പെൺകുട്ടി. പ്രകാശം പരത്തുന്ന ആൺകുട്ടി കെ പി രാമനുണ്ണിയുടെ കൃതിയാണ്. പ്രകാശം പരത്തുന്ന പെൺകുട്ടി ടി പത്മനാഭൻ്റെ കൃതിയാണ്. ഭാഷാദർപ്പണം ആറ്റൂർ കൃഷ്ണപിഷാരടിയുടെ കൃതിയാണ് ഭാഷാദർപ്പണം ആരുടെ കൃതിയാണ്? ആറ്റൂർ കൃഷ്ണപിഷാരടിയുടെ കൃതിയാണ്. നമുക്കിതൊന്നും കൂടി ആവർത്തിക്കാം. വിചാരവിപ്ലവം കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയുടെ കൃതിയാണ്. കീചകവധം ഇരയിമ്മൻ തമ്പിയുടെ കൃതിയാണ്. കാലഭൈരവൻ ടി പത്മനാഭൻ്റെ കൃതിയാണ്. അവൻ വീണ്ടും വരുന്നു സി ജെ തോമസിൻ്റെ കൃതിയാണ്. ആത്മാവിലേക്കൊരു തീർത്ഥയാത്ര എം പി വീരേന്ദ്രകുമാറാണ് എഴുതിയത്. ആത്മാവിലേക്കൊരു തീർത്ഥയാത്ര എം പി വീരേന്ദ്രകുമാർ. പ്രകാശം പരത്തുന്ന ആൺകുട്ടി കെ പി രാമനുണ്ണിയാണ് എഴുതിയത്. ആൺകുട്ടി കെ പി രാമനുണ്ണിയാണ് എഴുതിയത്. പ്രകാശം പരത്തുന്ന പെൺകുട്ടി ടി പത്മനാഭനാണ്. പ്രകാശം പരത്തുന്ന പെൺകുട്ടി ടി പത്മനാഭൻ്റെ കൃതിയാണ്. പ്രകാശം പരത്തുന്ന ആൺകുട്ടി കെ പി രാമനുണ്ണിയുടെ കൃതിയാണ്. ഭാഷാദർപ്പണം ആറ്റൂർ കൃഷ്ണപിഷാരടി. യമപ്രണാമശതകം എഴുതിയത് കേരളവർമ്മ വലിയകോയി തമ്പുരാനാണ്. യമപ്രണാമശതകം കേരളവർമ്മ വലിയകോയി തമ്പുരാൻ. രണ്ട് ചൈനയിൽ കെ എം പണിക്കരുടെ കൃതിയാണ് രണ്ട് ചൈനയിൽ. പാശ്ചാത്യ സാഹിത്യ ദർശനം എം അച്യുതൻ്റെ രചനയാണ്. പാശ്ചാത്യ സാഹിത്യ ദർശനം എം അച്യുതൻ. ചെറുകഥ ഇന്നലെ ഇന്ന് അതും എം അച്യുതൻ്റെ കൃതിയാണ്. ചെറുകഥ ഇന്നലെ ഇന്ന്. നീർമാതളം പൂത്ത കാലം ആരുടെ കൃതിയാണ്? മാധവിക്കുട്ടിയുടെ കൃതിയാണ് നീർമാതളം പൂത്ത കാലം. നീർമാതളം വാടിയ കാലമോ? നീർമാതളം വാടിയ കാലം കെ വി അഷ്ടമൂർത്തി. നീർമാതളം പൂത്തത് മാധവിക്കുട്ടിയുടെയാണ്. നീർമാതളം വാടിയ കാലം
KV അഷ്ടമൂർത്തിയുടേതാണ്. അപ്പം നീർമാതളം പൂത്ത കാലം മാധവിക്കുട്ടിയുടെ കൃതിയാണെന്ന് നമുക്കെല്ലാം അറിയാം. നീർമാതളം വാടിയതോ? നീർമാതളം വാടിയ കാലം KV അഷ്ടമൂർത്തിയുടെ കൃതിയാണ്. നീർമാതളം പൂത്ത കാലം മാധവിക്കുട്ടിയുടേതാണെങ്കിൽ നീർമാതളം വാടിയ കാലം KV അഷ്ടമൂർത്തിയുടെ കൃതിയാണ്. അപ്പം യമപ്രണാമ ശതകം കേരളവർമ്മ വലിയ കോയി തമ്പുരാനാണ് രചിച്ചത്. 2 ചൈനയിൽ KM പണിക്കറാണ് രചിച്ചത്. പാശ്ചാത്യ സാഹിത്യ ദർശനം M അച്യുതൻ എഴുതിയതാണ്. ചെറുകഥ ഇന്നലെ ഇന്ന് അതും M അച്യുതൻ എഴുതിയതാണ്. നീർമാതളം പൂത്ത കാലം മാധവിക്കുട്ടിയുടേതാണെങ്കിൽ നീർമാതളം വാടിയ കാലം KV അഷ്ടമൂർത്തിയുടെ രചനയാണ്. നമുക്കിതെല്ലാം ഒരു പ്രാവശ്യം കൂടി ഒന്ന് ആവർത്തിച്ച് നോക്കാം. വിചാര വിപ്ലവം കുറ്റിപ്പുഴ കൃഷ്ണപിള്ള, കീചകവധം ഇരയിമ്മൻ തമ്പി, കാലഭൈരവൻ T പത്മനാഭൻ, പ്രകാശം പരത്തുന്ന പെൺകുട്ടി T പത്മനാഭൻ, അവൻ വീണ്ടും വരുന്നു CJ തോമസ്, ആത്മാവിലേക്ക് ഒരു തീർത്ഥയാത്ര MV വീരേന്ദ്രകുമാർ, പ്രകാശം പരത്തുന്ന ആൺകുട്ടി KP രാമനുണ്ണി, പ്രകാശം പരത്തുന്ന പെൺകുട്ടി T പത്മനാഭൻ. ഭാഷാദർപ്പണം അത് ആറ്റൂർ കൃഷ്ണപിഷാരടിയുടേതാണ്. ഭാഷാദർപ്പണം. യമപ്രണാമ ശതകം കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ. 2 ചൈനയിൽ അത് KM പണിക്കരുടെ കൃതിയാണ്. പാശ്ചാത്യ സാഹിത്യ ദർശനം M അച്യുതൻ്റെ കൃതിയാണ്. ചെറുകഥ ഇന്നലെ ഇന്ന് M അച്യുതൻ്റെ കൃതിയാണ്. നീർമാതളം പൂത്ത കാലം മാധവിക്കുട്ടിയുടേതാണ്. നീർമാതളം വാടിയ കാലം KV അഷ്ടമൂർത്തിയുടെ കൃതിയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ആവർത്തിച്ച് കേട്ട് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യുക, എഴുതി വെക്കുക. അപ്പം കൃതിയും അവയുടെ കർത്താക്കളും എന്നുള്ളതൊന്ന് എഴുതി വെക്കുക. ആവർത്തിച്ച് കേൾക്കാനായിട്ട് ശ്രമിക്കുക.